നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിലാണ്. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. അന്നപൂർണേശ്വരി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ ദുർലഭമാണ്. തൃക്കൈകളിൽ ചട്ടിയും കോരികയും ഏന്തി ജഗദംബിക കുടികൊള്ളുന്ന ഈ ഭൂമിയിൽ ഒരാളും വിശന്നിരിക്കുവാൻ പാടില്ല എന്നാണ് നിയമം. അതിപുരാതനമായ ഈ ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത്. അതിനായി ഇവിടെ അന്നപൂർണേശ്വരിയായി കുടികൊള്ളുന്ന ആ അമ്മ തന്നെ വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. തൃക്കൺകിരീടമണിമാലകളിന്ദുബിംബം തൃത്താലി തോൾവള കരങ്ങളിലങ്കുലീയം ദിക്കുന്നൊരാഭരണമാം ചെറുകുന്നുതന്നിൽ ഉൽപ്പന്നയാം ഭഗവതിക്കിഹ കൈതൊഴുന്നീൻ. അമ്മയുടെ ആ അനുഗ്രഹത്തോടുകൂടി നമുക്ക് തുടങ്ങാം. കണ്ണൂർ നഗരത്തിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് 108 ദുർഗാലയങ്ങളിലും സ്ഥാനമുണ്ട്. വെട്ടുകല്ലിൽ നിർമ്മിച്ച ഈ പുരാതന ക്ഷേത്രം അതിവിശാലമായ ക്ഷേത്രഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1500 വർഷങ്ങൾക്ക് മേൽ പൗരാണികതയുള്ള ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും കുടികൊള്ളുന്നുണ്ട്. ശ്രീകൃഷ്ണ പ്രതിഷ്ഠയാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് എന്നാണ് വിശ്വാസം. നാലമ്പലത്തിനകത്ത് 2 ദേശത്തെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നതും ഒരു അപൂർവതയാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ണപുരം ദേശത്തും അന്നപൂർണേശ്വരി ക്ഷേത്രം ചെറുകുന്ന് ദേശത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ കണ്ണപുരം അപ്പനെന്നും ദേവി ചെറുകുന്നത്ത് അമ്മ എന്നും ഭക്തന്മാർക്കിടയിൽ അറിയപ്പെടുന്നു. സമൃദ്ധിയുടെയും ആഹാരത്തിൻ്റെയും ധാന്യത്തിൻ്റെയും ഒക്കെ മൂർത്തിയായ അന്നപൂർണേശ്വരി ദേവി പാർവതീ ദേവിയുടെ മൂർത്തിഭേദം തന്നെയാണ്. കാശീപുരാധീശ്വരിയായ അന്നപൂർണേശ്വരി ദേവിയെ സ്തുതിച്ചുകൊണ്ട് അദ്വൈതാചാര്യനായ ജഗദ്ഗുരുവായ ആദിശങ്കരാചാര്യ സ്വാമികൾ രചിച്ച അന്നപൂർണേശ്വരി സ്തവം വളരെ പ്രശസ്തവുമാണല്ലോ. ഒരിക്കൽ മഹാദേവനും പാർവതീദേവിയും തമ്മിലുള്ള സംഭാഷണ മധ്യേ ഭക്ഷണത്തിന് പ്രാധാന്യമില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാനായി ദേവി സ്വയം അപ്രത്യക്ഷയാവുന്നു. അതോടുകൂടെ ഭൂമിയിലുള്ള സകല ആഹാര സ്രോതസ്സുകളും ഇല്ലാതെയായി. ആളുകൾ വിശന്നു വലഞ്ഞ് പരിഭ്രാന്തരായി ദരിദ്രരായി മാറുന്നു. അധികം വൈകാതെ തന്നെ ഭക്ഷണത്തിൻ്റെ ആ പ്രാധാന്യം മനസ്സിലായ മഹാദേവൻ ഭിക്ഷാടനത്തിനായി ഇറങ്ങിയപ്പോൾ ഒന്നും ഭിക്ഷയായി ലഭിക്കുന്നുമില്ല. അവസാനം കാശിയിൽ വെച്ച് ഐശ്വര്യദായിനിയായ ദേവി പ്രത്യക്ഷപ്പെടുകയും ഭഗവാന് തൻ്റെ അന്നപാത്രത്തിൽ നിന്ന് പൊൻകോരികയാൽ ഭിക്ഷയായി അന്നം കൊടുക്കുകയും ചെയ്യുന്നു. തൻ്റെ പ്രിയപത്നിയിൽ നിന്നും അന്നം സ്വീകരിച്ച ഭഗവാൻ അത്യന്തം സന്തോഷത്തോടുകൂടി ദേവിയെ തന്നോട് ചേർത്ത് നിർത്തി അർദ്ധനാരീശ്വരനായി മാറുകയും ചെയ്യുന്നു. വേറൊരു ഐതിഹ്യമനുസരിച്ച് അസത്യം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ തല നുള്ളിയതിന് മഹാദേവന് ബ്രഹ്മഹത്യാപാപം ഉണ്ടാകുന്നു. അങ്ങനെ ഭിക്ഷാം ദേഹിയായി അലഞ്ഞു നടക്കേണ്ടി വന്ന ഭഗവാന് ശാപമോക്ഷം നൽകുവാൻ പാർവതീദേവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ദേവന്മാർക്ക് മനസ്സിലാവുകയും അവർ അത് ദേവിയോട് ഉണർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജഗദംബികയായ അമ്മ വാരണാസി അഥവാ കാശിയിൽ ഐശ്വര്യസ്വരൂപിണിയായി പ്രത്യക്ഷപ്പെടുന്നു. അവിടെ വെച്ച് അതിമനോഹരമായ തൻ്റെ തൃക്കൈകളിലുള്ള പൊൻകോരിക കൊണ്ട് തൻ്റെ പ്രാണപ്രിയനായ കൈലാസനാഥന് ദേവി ഭക്ഷണം ഭിക്ഷയായി നൽകുന്നു. തൃക്കൈകളിൽ ചട്ടിയും കോരികയുമേന്തിയ അന്നപൂർണേശ്വരി വിളമ്പിയ ഭക്ഷണം സ്വീകരിച്ച ഭഗവാൻ ശാപത്തിൽ നിന്നും വിമുക്തനായി എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. കാശിയിൽ നിന്നും ദേവി ഇങ്ങോട്ട് എത്തിച്ചേർന്നത് ദേവീഭക്തനായ കോലത്ത് നാട്ടിലെ ഒരു രാജാവിൻ്റെ അപേക്ഷപ്രകാരമാണ് എന്ന് കഥകളുണ്ടെങ്കിലും കോലത്ത് നാടിൻ്റെ മഹിമ അറിഞ്ഞ് ദേവി സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഭൂമിയിലേക്ക് ആഗതയായതാണ് എന്നും വാമൊഴികളുണ്ട്. ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കേരളത്തിലെ പുരാതനമായ ശക്തമായ രാജവംശങ്ങളിൽ ഒന്നായ മൂഷിക രാജവംശത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കോലത്തിരി വംശത്തിൻ്റെ സ്ഥാപകൻ രാമഘട മൂഷികനാണെന്ന് പറയപ്പെടുന്നു. ഈ സാമ്രാജ്യം
പുഴ മുതൽ വടക്ക് ചന്ദ്രഗിരി പുഴ വരെ വ്യാപിച്ചു കിടന്നിരുന്നു. ഒരു കോലത്തിരി രാജാവിൻ്റെ കാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടാവുകയും തൻ്റെ പ്രജകൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് വിഷമം തോന്നിയ ദേവീഭക്തനായ രാജാവ് കാശീപുരാധീശ്വരിയായ അമ്മയോട് ഹൃദയം നൊന്ത് പ്രാർത്ഥനകൾ നടത്തി. തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന കേട്ട് കരുണാമയിയായ അമ്മ ഉടനെ തന്നെ ദേവശില്പിയായ വിശ്വകർമാവിനോട് ഒരു നൗക പണിയാൻ ആവശ്യപ്പെട്ടു. വിതയ്ക്കാനും വിളവെടുക്കുവാനുമായി ആദ്യം ആ നൗകയിൽ കുറേ വിത്തുകളാണ് നിറച്ചത്. കൂടാതെ അമ്മയുടെ കൂടെ മറ്റു 3 അമ്മമാരും 1000 വീതം അമരക്കാർ, യോഗിക്കുഞ്ഞുങ്ങൾ, വെടിക്കെട്ടുകാർ എന്നിവരും തണ്ടുവലിക്കാൻ ഭൗതികന്മാരും നൗകയുടെ കപ്പിത്താനായി ഒരു മുസലിയാരും ആ നൗകയിൽ സ്ഥാനം പിടിച്ചു. കോലത്ത് നാടിൻ്റെ പടിഞ്ഞാറേ തീരത്ത് 1000 തെങ്ങ് എന്ന സ്ഥലത്താണ് ജഗത് ജനനിയും പരിവാരങ്ങളും തീരമണഞ്ഞത്. അമ്മയുടെ സാന്നിധ്യത്താൽ ആ ഭൂമി ധന്യമായി തീർന്നു. അന്ന് മണിയങ്കാട്ട് ഇല്ലത്തിൻ്റെ വകയായി ഇവിടെ നിലനിന്നിരുന്ന പുരാതന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അഗ്രശാലയിലാണ് ആദ്യം ദേവീ ചൈതന്യം രാജാവിന് പ്രത്യക്ഷമായത് എന്നും അങ്ങനെ ഇവിടെ ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. അന്നപൂർണേശ്വരി ദേവിയുടെ സാന്നിധ്യമുണ്ടായ ഈ പുണ്യഭൂമി സമ്പൽ സമൃദ്ധമാവുകയും ചെയ്തു. അമ്മയുടെ കപ്പിത്താനായെത്തിയ മുസല്യാർക്കു വേണ്ടി പണിത പള്ളിയാണ് ഒളിയങ്കര പള്ളി എന്നും അവിടെ നിന്ന് ഈ ക്ഷേത്രത്തിലേക്കും ഇവിടെ നിന്ന് അങ്ങോട്ടും ദർശന സൗകര്യത്തിനായി ദ്വാരങ്ങളുണ്ട് എന്നും പറയപ്പെടുന്നു. ഇത് ഈ നാട്ടിൽ നിലനിന്നിരുന്ന മതസാഹോദര്യത്തിൻ്റെ ഉത്തമ മാതൃകകൾ തന്നെയാണ്. കളരിവാതുക്കൽ ദേവിയും മാടായിക്കാവിലമ്മയും ചാമുണ്ഡി ദേവിയുമാണ് അമ്മയുടെ കൂടെ വന്ന മറ്റ് 3 ദേവീ സാന്നിധ്യങ്ങൾ എന്നും വിശ്വാസങ്ങളുണ്ട്. വല്ലഭൻ രണ്ടാമൻ എന്ന രാജാവാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നും അവിട്ടം തിരുനാൾ മഹാരാജാവ് തുടങ്ങിവെച്ച പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളവർമ്മ രാജാവ് പൂർത്തീകരിച്ചു എന്നും പറയപ്പെടുന്നു. വെട്ടുകല്ലുകൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണവും ദാരുശില്പങ്ങളും ചുമർ ചിത്രങ്ങളുമൊക്കെ അതിമനോഹരമാണ്. ക്ഷേത്ര നിർമ്മിതി വളരെ വ്യത്യസ്തവുമാണ്. നാലമ്പലത്തിനകത്ത് 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഗോപുരം കടന്ന് ആദ്യം എത്തിച്ചേരുന്നത് ശ്രീകൃഷ്ണ സന്നിധിയിലേക്കാണ്. വലത്തുവശത്താണ് ദേവിയുടെ ക്ഷേത്രമുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാനും ചെറുകുന്ന് അന്നപൂർണേശ്വരിയും പരമാനന്ദത്തെയും പരമമായ ശാന്തിയെയും പ്രദാനം ചെയ്തുകൊണ്ടങ്ങനെ പരിലസിക്കുന്നു. കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന 2 മൂർത്തികളുടെയും മുമ്പിൽ ബലിക്കല്ലുകളുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് മാത്രമേ ചുറ്റമ്പലത്തിന് പുറത്തുനിന്നും കവാടമുള്ളൂ. ദേവിയെ പുറത്തുനിന്ന് ദർശിക്കുവാൻ ചെറിയ അഴികളുള്ള ഒരു ജനാലയാണുള്ളത്. ഒരിക്കൽ ഇവിടെ വില്വമംഗലസ്വാമിയാർ എത്തിയപ്പോൾ ഭഗവാനെ തൊഴുത് ദേവിയെ തൊഴുവാൻ തിരുമുമ്പിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ശ്രീലകത്ത് ദേവിയെ കണ്ടില്ലത്രേ. സ്വാമിയാർ തിരക്കി നടന്നപ്പോൾ അഗ്രശാലയിൽ എല്ലാ ഭക്തജനങ്ങളും ഭക്ഷണം ശരിക്കും കഴിക്കുന്നുണ്ടോ എന്നിങ്ങനെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ജഗത് ജനനിയെ ദർശിച്ചു എന്നും അവിടെ വെച്ച് ഭഗവതി സ്വയം സ്വാമിയാർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു എന്നൊക്കെ ഐതിഹ്യമുണ്ട്. അതിനാൽ തന്നെ ദേവിയുടെ ദൃഷ്ടി എപ്പോഴും അഗ്രശാലയിലും ഊട്ടുപുരയിലും ആണെന്നാണ് വിശ്വാസം. അതിനാൽ ചെറുകുന്നിലമ്മ അഗ്രശാല ഭഗവതി എന്നും അറിയപ്പെടാറുണ്ട്. ഇവിടെ വരുന്ന ആരും വിശന്നിരിക്കരുത് എന്ന് നിർബന്ധമുള്ള കരുണാമയിയായ ഒരമ്മ പരിലസിക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ അന്നദാനം ഉച്ചയ്ക്കും രാത്രിയിലും നടക്കുന്നു. ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാടും അന്നദാനം തന്നെയാണ്. മണിയങ്ങാട്ട് ഇല്ലത്തുള്ളവർ രാവിലത്തെ പൂജ കഴിഞ്ഞാൽ ദേവിയുടെ മുമ്പിൽ മണി അടിച്ച് കേൾപ്പിക്കുന്നു. അപ്പോൾ ദേവി തോന്നിപ്പിക്കുന്ന അളവ് അരി ഇട്ടാൽ അത് തികയുന്നു എന്നാണ് വിശ്വാസം. അന്നദാനവുമായി ബന്ധപ്പെട്ട് പല ആചാരങ്ങളും വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ അന്നം വിളമ്പാറുള്ള മണിയങ്ങാട്ട് ഇല്ലത്തുള്ളവർ വിളമ്പിയാൽ തികയാതെ അഥവാ മതിയാകാതെ വരില്ല എന്നൊരു വിശ്വാസമുണ്ട്. ബ്രാഹ്മണ ഊട്ടും ഇവിടെ അന്നദാനത്തിനു മുമ്പ് സ്ഥിരമായി നടക്കുന്നു. നട അടയ്ക്കുന്നതിനു മുമ്പേ ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പതിവും ഇവിടെയുണ്ട്.
ഒരിക്കൽ വിശന്ന് വലഞ്ഞ ഒരു ഭക്തൻ രാത്രി നട അടച്ച ശേഷം ഇവിടെ അമ്മയുടെ തിരുമുമ്പിൽ എത്തിച്ചേർന്നു എന്നും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു പൊതിച്ചോർ എവിടെ നിന്നോ പെട്ടെന്ന് വന്നു വീണു എന്നും അതിനുശേഷം മുമ്പിലുള്ള ആൽവൃക്ഷത്തിന്മേൽ ചോറിൻ്റെ പൊതികൾ കെട്ടിത്തൂക്കുന്ന പതിവും ഇവിടെ ഉണ്ടായിരുന്നുവത്രേ. ഇവിടെ ഇല കൊണ്ടുവരുന്നതും വെക്കുന്നതും ഇലയ്ക്കൽ തറവാട്ടുകാരാണ്. ഉച്ചയ്ക്ക് ഇല വെക്കുന്നതിനു മുമ്പ് ഇലയ്ക്കൽ കോമ ഇല കൊണ്ടുവന്നുവോ എന്ന് ചോദിക്കുന്ന ഒരു ആചാരം ഇവിടെയുണ്ട്. വളരെ പണ്ട് ഇലയ്ക്കൽ കോമൻ എന്നൊരു വ്യക്തി ഇല കൊണ്ടുവരുവാനായി ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള ഇല ഏത് വീട്ടിൽ നിന്നും എടുക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് നാട്ടുകാർ കൊടുത്തിരുന്നു. ഒരിക്കൽ അവിശ്വാസിയായ ഒരാൾ തൻ്റെ പറമ്പിൽ നിന്നും ഇല എടുത്തതിന് കോമനെ മാരകമായി വെട്ടി മുറിവേൽപ്പിച്ചു. ബോധരഹിതനായി കിടന്ന കോമൻ ക്ഷേത്രത്തിൽ ഇല തയ്യാറായോ എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു വന്ന് ഇല ഇവിടെ ഏൽപ്പിച്ച് ഗോപുരവാതിൽക്കലിൽ വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീണ് സായുജ്യം പ്രാപിച്ചു എന്നൊരു കഥയുണ്ട്. കോമനെ വെട്ടിയ ആൾ സർവ്വതും നഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ കാലപുരി പൂകി എന്നും പറയപ്പെടുന്നു. അമ്മ നൽകുന്ന അന്നദാനത്തിന് ഇലയുമായി എത്തിയ ഇലയ്ക്കൽ കോമൻ്റെ നാമം ഇന്നും ഈ ക്ഷേത്രത്തിൽ സ്മരിക്കപ്പെടുന്നു. ഉപദേവതമാർ ഇല്ലാത്ത ഇവിടെ തെക്കേ വാതിൽ മാടത്തിൽ രാജരാജേശ്വരൻ്റെ സങ്കല്പമുണ്ട്. അത്താഴ പൂജയ്ക്ക് ശേഷം ഭഗവാൻ ഇങ്ങോട്ട് എത്തിച്ചേരുന്ന വിശ്വാസമുള്ളതിനാൽ ദേവിക്കും ഭഗവാനും രാത്രി 2 നെയ്യമൃത് സമർപ്പിച്ച് ഭക്തജനങ്ങൾ ഇവിടെ തൊഴുന്നു. പ്രപഞ്ചമാതാവ് വിളമ്പുന്ന അന്നം ഭക്ഷിക്കുന്നത് സർവ്വവ്യാധികളും ഇല്ലാതെയാക്കുവാൻ നല്ലതാണെന്ന് വിശ്വാസങ്ങളുണ്ട്. പരമ്പരാഗതമായി ചോറ് വിളമ്പുന്നത് ഇവിടെ മുറം കൊണ്ടാണ്. അന്നദാനത്തിനു പുറമെ നെയ്വിളക്ക്, അർച്ചനകൾ, നിവേദ്യങ്ങൾ, ഉപ്പിലിട്ടത്, ഭഗവതി സേവ എന്നിങ്ങനെ ശ്രീകൃഷ്ണനും ദേവിക്കും വെവ്വേറെ വഴിപാടുകളുണ്ട്. അരച്ചു കലക്കി എന്ന നിവേദ്യം ഉദരരോഗങ്ങൾക്ക് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കടുക് സമർപ്പണം ഉറുമ്പ് ശല്യത്തിന് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. മേടസംക്രമം മുതൽ 7 ദിവസം പ്രധാന ആണ്ടുവിശേഷമായ വിഷുവിളക്ക് അതിവിപുലമായി ഈ ദേശത്തിൻ്റെ മഹോത്സവമായി അനവധി ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ആഘോഷിക്കപ്പെടുന്നു. ഉത്സവത്തിന് മുന്നോടിയായി അമ്പലമുറ്റത്ത് നിർമ്മിക്കുന്ന വട്ടപ്പന്തലിന് ലോകത്തെ കലാരൂപങ്ങളിൽ ഒരു അപൂർവ സ്ഥാനമുണ്ട്. 111 തേക്കിൻ കാലുകളും 2000 മുളകളും 6000 ഓലമടലും ചൂടിയും കൊണ്ടുണ്ടാക്കുന്ന അതിബൃഹത്തായ ഈ വട്ടപ്പന്തൽ ഒരു അത്ഭുത നിർമ്മിതിയും പ്രധാന ആകർഷണവുമാണ്. കൊടിമരം ഇവിടെ ഇല്ലാത്തതിനാൽ താൽക്കാലികമായിട്ടാണ് ഉത്സവ സമയത്ത് കൊടി നാട്ടുന്നത്. 7 ദിവസവും 7 ദിശയിലേക്ക് ദേവി എഴുന്നള്ളുമ്പോൾ വെള്ളിയുടെ വിളക്കുമായി 3 ഇല്ലത്തമ്മമാരും തെയ്യവും അകമ്പടി സേവിക്കുന്നു. തിടമ്പ നൃത്തവും കാഴ്ചവരകളും ഒക്കെ ഉണ്ടാവാറുള്ള ഉത്സവത്തിൻ്റെ അവസാന 5 ദിവസം വെടിക്കെട്ട് ഉണ്ടാകുന്നു. കിഴക്ക് ഭാഗത്തുള്ള വെടിക്കോട്ട മണ്ഡപത്തിലാണ് വെടിക്കെട്ട് കാണുവാനായി ഭഗവതിയെ ഇരുത്താറുള്ളത്. ഇങ്ങനെ അതിഗംഭീരമായി അതിവിപുലമായി തന്നെയാണ് വിഷുവിളക്ക് ആചരിക്കാറുള്ളത്. കുംഭത്തിലെ പൂയം പ്രതിഷ്ഠാദിനവും മിഥുനത്തിലെ അവിട്ടം ദേവിയുടെ തിരുനാളുമാണ്. അഷ്ടമി രോഹിണി, നവരാത്രി എന്നിങ്ങനെ വേറെയും ആണ്ടുവിശേഷങ്ങൾ ഇവിടെയുണ്ട്. ഭാരതീയ പാരമ്പര്യമനുസരിച്ച് അന്നം ബ്രഹ്മം അഥവാ സർവേശ്വരൻ തന്നെയാണ്. അതിനാൽ അന്നം കഴിക്കുവാൻ ഇരിക്കുമ്പോൾ പോലും ഈശ്വരസ്മരണയും വിനയവും നന്ദിയും അനിവാര്യമാണ്. അപ്പോൾ അന്നം വിളമ്പിത്തരുന്ന ഭാവത്തിൽ ജഗൽ ജനനി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം വാക്കുകൾക്ക് അപ്പുറത്താണ്. നിറഞ്ഞ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും തൻ്റെ അതിമനോഹരമായ തൃക്കൈകളാൽ അന്നപൂർണേശ്വരിയായ ആ അമ്മ കനിഞ്ഞു വിളമ്പുന്ന ആ അന്നം പ്രപഞ്ചത്തിലേക്ക് വെച്ച് ഏറ്റവും സ്വാദുള്ള ഭക്ഷണം തന്നെയാണ്. വൈഷ്ണവ ശക്തി സമന്വയമായ ഈ ഭൂമി ലാളിത്യത്തിൻ്റെ അലൗകികമായൊരു വിശുദ്ധി കൂടി പ്രവഹിപ്പിക്കുന്നുണ്ട്. ഈ ദിവ്യഭൂമിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അമ്മയുടെയും ഏറെ പ്രിയപ്പെട്ട ആ പൊന്നു തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു.
പാരിൽ കഷ്ടമഹോ വിശപ്പ് വഹിയെ താങ്ങിടുവാൻ പ്രാണിനം പൈതാഹർത്തി അകറ്റിടേണമവിടുന്നെന്നും ത്രിലോകേശ്വരി. കയ്യിൽ കോരികയെന്തി നിൽപ്പു നിറയെ ചോറോടെ ഭോജ്യങ്ങളും അമ്മേ നൽകയെനിക്ക് ഭിക്ഷയനിശം ബാലാദ്രിനാഥേ ശിവേ. ഏവർക്കും സർവമംഗളങ്ങളും ആശംസിക്കുന്നു. ജഗദംബികാസ്മരണം. ശ്രീ മഹാദേവീ നമഃ. ശ്രീകൃഷ്ണ ശരണം, ദേവീ ശരണം, അമ്മേ ശരണം.